ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ ആർച്ച് റെയിൽ പാലം ഇനി മറ്റാർക്കുമല്ല, ഇന്ത്യക്ക് സ്വന്തം. കശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച കൂറ്റൻ ആർച്ച് പാലം ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പുതിയൊരു യാത്ര തന്നെയാണ് വാതായനം ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സങ്കീർണമായി നിർമ്മിച്ച ഒരു പാലം കൂടിയാണ് ചെനാബ് പാലമെന്ന് പറയുന്നത്. ഈഫിൽ ടവറിനെ ഒക്കെ തന്നെ വെല്ലുന്ന തരത്തിൽ ഉയരം കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തിയ ഇന്ത്യയുടെ ചെനാബ് റെയിൽ പാലം അങ്ങനെ 8ാം ലോക മഹാത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്നു. 359 മീറ്റർ ഉയരമാണുള്ളത്. ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികം ഉയരമെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതിന്റെ നീളമെന്ന് പറയുന്നത് 1315 മീറ്ററോളം. ഇനി പ്രകൃതി ദുരന്തങ്ങൾ, ഭീകരാക്രമണങ്ങളോ ഭൂകമ്പമോ കൊടുങ്കാറ്റോ പേമാരിയോ ഇതൊന്നും വന്നടിച്ചാൽ പോലും ഈ പാലം ഒന്ന് കുലുങ്ങുക പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദ്ധംപൂർ ബാരാമുള്ള റൂട്ടിൽ വ്യത്യസ്ത ഉയരങ്ങളിലുള്ള മലയിടുക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രവചനാതീതമായ ഭൂപ്രകൃതിയിലെ കാറ്റിനോടും മഞ്ഞിനോടും പർവ്വതങ്ങളോടും ഒക്കെ തന്നെ മല്ലിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഈ പാലം നിർമ്മിക്കാൻ തയ്യാറെടുത്തത്. കശ്മീരിലേക്കുള്ള റെയിൽവേ റൂട്ട് പൂർത്തിയാക്കണമെങ്കിൽ ചെനാബ് നദി മുറിച്ചു കടക്കേണ്ടത് അനിവാര്യമാണ്. അത് മുറിച്ചു കടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ തോതിലുള്ള ബലഹീനതയായി തന്നെയാണ് അതിനെ നോക്കി കാണുന്നത്. ഈ മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലും നദിക്ക് കുറുകെ ഒരു പാലം പണിയാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെ എഞ്ചിനീയർമാർ ഇന്ത്യൻ റെയിൽവേ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് പൂർത്തീകരിക്കുകയായിരുന്നു. നോർത്തേൺ റെയിൽവേക്ക് കീഴിലാണ് റെയിൽവേ പാത പൂർത്തീകരിച്ചത്. നിർമ്മാണ ദൗത്യം നിറവേറ്റി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അഭിമാനമായി മാറി. പാലത്തിന്റെ 2 അറ്റത്തു നിന്നും നിർമ്മാണം ആരംഭിച്ചു. പാലത്തിന്റെ നടുക്ക് വെച്ച് 2 ഡെക്കുകൾ കൂട്ടി യോജിപ്പിച്ച് സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ട് പാലത്തിലെ പരീക്ഷണ ഓട്ടങ്ങളൊക്കെ തന്നെ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് റെയിൽവേ അഭിമാനമായി മാറുന്നു, ഉദാഹരണമായി മാറിയിരിക്കുന്നു. ജമ്മുവിനെയും കശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ റൂട്ടിൽ ഇപ്പോൾ റിയാസി ജില്ലയിലെ കട്രയ്ക്കും റംബാൻ ജില്ലയിലെ ബനിഹാലിനുമിടയിലെ 63.8 കിലോമീറ്ററിനിടയിലാണ് ട്രെയിൻ സർവീസ് ഇല്ലാത്തത്. ചെനാബ് ഉൾപ്പെടുന്ന ഈ ഭാഗം കൂടി പൂർത്തീകരിക്കുമ്പോൾ താഴ്വര പൂർണ്ണമായും ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധിപ്പിച്ച് ട്രെയിൻ ഗതാഗതം എല്ലാ മേഖലയിലും എത്തിച്ചേരാനുള്ള വലിയൊരു കാരണമായി മാറും. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങ് കന്യാകുമാരി മുതൽ ഇനി ശ്രീനഗർ വരെ ട്രെയിൻ ഓടിക്കാൻ സാധിക്കുമെന്ന് സാരം. ദില്ലി ശ്രീനഗർ വന്ദേ ഭാരത് സർവീസോടുകൂടി റിപ്പബ്ലിക് ദിനത്തിൽ ചെനാബിലൂടെ ഇന്ത്യൻ റെയിൽവേ പുതിയൊരു കുതിപ്പ് തന്നെയാണ് കാലെടുത്ത് വയ്ക്കാനായി ഒരുങ്ങുന്നത്. അതും ഏറെ വേഗത്തിൽ തന്നെയായിരിക്കും. കാത്തിരുന്നു തന്നെ നമുക്കത് കാണാം.